അങ്കമാലിയിലെ ജസ്ലിയയുടെ മരണം അങ്ങേയറ്റം ദാരുണമായിരുന്നു. പഠനത്തോടൊപ്പം തന്റെ ചെലവുകൾക്കായി പാർട്ട് ടൈം ജോലി ചെയ്ത് മുന്നോട്ടു പോവുകയായിരുന്ന ആ പെൺകുട്ടിയുടെ ജീവൻ കവർന്നത് യുവ ഡോക്ടറുടെ ഉത്തരവാദിത്തമില്ലായ്മയാണ്. മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തിയായി ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യുന്ന സിറിയക് ജോർജ് തന്റെ വാഹനം നിർത്തി ആ പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ ജസ്ലിയ ഇപ്പോഴും ജീവനോടെ ഉണ്ടാകുമായിരുന്നു. കഴിഞ്ഞ 28-ാം തീയതിയാണ് അങ്കമാലിയിലെ സ്വകാര്യ കോളേജ് വിദ്യാർത്ഥി ജസ്ലിയ ജോൺസന് വാഹനാപകടമുണ്ടാകുന്നത്. രാത്രി തന്റെ പാർട്ട് ടൈം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു അമിത വേഗത്തിലെത്തിയ കാർ പെൺകുട്ടിയെ ഇടിച്ചു വീഴ്ത്തുന്നത്. ആ സമയം കാറിലുണ്ടായിരുന്ന 2 പേരാണ്. കാർ ഓടിച്ച ആളെ പറ്റിയുള്ള വിവരങ്ങൾ CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസിന് ലഭിക്കുന്നത്. തുടർന്ന് കാറിലുണ്ടായിരുന്ന രണ്ടാമത്തെയാൾ, അദ്ദേഹത്തിന്റെ ഒപ്പം പഠിച്ച അക്ഷയ് എന്ന ആൾ കാർ പോലീസ് സ്റ്റേഷനിലെത്തി ഹാജരാക്കുന്നു. തുടർന്ന് വാഹനത്തിന്റെ രേഖകളും മറ്റും പരിശോധിച്ച് കാർ ഓടിച്ച ആരാണെന്നുള്ള വിവരം പോലീസ് കണ്ടെത്തും. പക്ഷേ അദ്ദേഹത്തെ കണ്ടെത്തുവാനും കസ്റ്റഡിയിലെടുക്കുവാനും പോലീസിന് ആദ്യഘട്ടത്തിൽ കഴിയുന്നില്ല. തുടർന്ന് അദ്ദേഹം ഒളിവിൽ പോകുന്നു എന്നൊരു വിവരമാണ് പോലീസിന് ലഭിക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി പിതാവിനെ കസ്റ്റഡിയിലെടുക്കുന്നു. ഈ സക്കറിയ ഒളിവിൽ പോകുന്നതിന് പിതാവ് സഹായിച്ചു എന്ന ഒരു കണ്ടെത്തൽ പോലീസിനുണ്ടാകുന്നു. തുടർന്ന് പിതാവിനെ അറസ്റ്റ് ചെയ്ത് അപ്പോൾ തന്നെ ജാമ്യത്തിൽ വിടുന്നുണ്ടെങ്കിലും സക്കറിയ എവിടെയാണെന്നുള്ള ചില നിർണായക വിവരങ്ങൾ പോലീസിന് പിതാവിൽ നിന്ന് ലഭിക്കുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ വാഗമണിൽ നിന്നാണ് സക്കറിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. തുടർന്ന് കോടതിയിൽ ഹാജരാക്കി നിലവിൽ അദ്ദേഹം റിമാൻഡിൽ തുടരുകയാണ്. ജസ്ലിയ പഠിക്കാൻ മിടുക്കിയായ ഒരു കുട്ടിയായിരുന്നു. പഠനത്തോടൊപ്പം തന്നെ പാർട്ട് ടൈം ജോലി ചെയ്തായിരുന്നു ഈ പെൺകുട്ടി പഠനത്തിന് ആവശ്യമായ തുക കണ്ടെത്തിയിരുന്നത്. അതോടൊപ്പം തന്നെ സ്പോർട്സിലും മറ്റും സജീവമായ പെൺകുട്ടി, കോളേജിൽ എല്ലാവർക്കും ഏറെ സ്വീകാര്യമായ ഒരു പെൺകുട്ടി കൂടിയാണ്. തൻ്റെ വീട്ടിലെ കഷ്ടപ്പാടുകൾ ഒരിക്കലും തൻ്റെ പഠനത്തെ ബാധിക്കരുത് എന്ന് തീരുമാനിക്കുകയും അതിനനുസരിച്ച് പാർട്ട് ടൈം ജോലി ചെയ്ത് പണം കണ്ടെത്തി തൻ്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന മിടുക്കിയായ ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി മരണപ്പെട്ടപ്പോൾ ആ പെൺകുട്ടിയുടെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുവാൻ ആ കുടുംബം തയ്യാറായി. അത് ആ പെൺകുട്ടിയുടെ ആഗ്രഹമായിരുന്നുവെന്നും ആ കുടുംബം പറയുന്നുണ്ട്. ഏതായാലും ജസ്ലിയ ഓർമ്മയാകുന്നു. ജസ്ലിയ മരണപ്പെടുമ്പോൾ ആ മരണത്തിന് വഴിവെച്ചത് ഒരു ഡോക്ടർ ആണെന്നുള്ള വിവരം പൊതുസമൂഹം അറിഞ്ഞപ്പോൾ വീണ്ടും ഞെട്ടുകയായിരുന്നു. ഏതായാലും പെൺകുട്ടിയുടെ അപകടത്തിന് കാരണമായ യുവ ഡോക്ടർ സക്കറിയ ജോർജ് നിലവിൽ കസ്റ്റഡിയിലാണ്. ഏതായാലും ഈ കേസിൽ പോലീസിന്റെ ഇടപെടലാണ് പ്രതിയിലേക്ക് അന്വേഷണം എത്തുന്നതിന് വഴിയൊരുക്കിയത്. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലാകുന്നത്. ഏതായാലും ജസ്ലിയ മൺമറഞ്ഞു പോയെങ്കിലും ജസ്ലിയയ്ക്ക് നീതി കിട്ടുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം കുടുംബം നടത്തുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.